2 രാജാക്കന്മാർ അധ്യായം 13. യൂദാ രാജാവായ അഹസ്യായുടെ പുത്രൻ യോവാഷിൻ്റെ 23-ാം ഭരണവർഷം യേഹൂവിൻ്റെ മകൻ യഹോവാഹാസ് സമറിയായിൽ ഇസ്രായേലിൻ്റെ ഭരണമേറ്റു. അവൻ 17 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ജയിച്ച പാപങ്ങളിൽ ചരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ സിറിയ രാജാവായ ഹസായേലിൻ്റെയും പുത്രൻ ബെൻഹദാദിൻ്റെയും കൈകളിൽ തുടർച്ചയായി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യഹോവാഹാസ് കർത്താവിനോട് യാചിച്ചു. അവിടുന്ന് കരുണ കാണിച്ചു. സിറിയ രാജാവ് ഇസ്രായേലിനെ ദ്രോഹിച്ചത് അവിടുന്ന് കണ്ടു. കർത്താവ് ഇസ്രായേലിന് ഒരു രക്ഷകനെ നൽകി. അവർ സിറിയക്കാരുടെ കയ്യിൽ നിന്ന് മോചനം നേടി. ഇസ്രായേൽ ജനം മുൻപിലത്തെ പോലെ സ്വഭവനങ്ങളിൽ വസിച്ചു. എങ്കിലും ഇസ്രായേൽ ജെറോബോവാം തങ്ങളെക്കൊണ്ട് ജയിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറാതെ അവയിൽ മുഴുകി. സമറിയായിൽ അഷേരാ പ്രതിഷ്ഠ നിലനിന്നു. സിറിയ രാജാവ് നശിപ്പിച്ച് മെതിക്കളത്തിലെ ധൂളി പോലെയാക്കിയതിനാൽ യഹോവാഹാസിൻ്റെ സൈന്യത്തിൽ 50-ലേറെ അശ്വഭടന്മാരോ 10-ലധികം രഥങ്ങളോ 10,000-ന് മേൽ കാലാൾപ്പടയോ അവശേഷിച്ചില്ല. യഹോവാഹാസിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഹാസ് പിതാക്കന്മാരോട് ചേർന്നു സമറിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ പുത്രൻ യഹോവാഷ് രാജാവായി. യൂദാ രാജാവായ യോവാഷിൻ്റെ 37-ാം ഭരണവർഷം യഹോവാഹാസിൻ്റെ മകൻ യഹോവാഷ് സമറിയായിൽ ഇസ്രായേലിൻ്റെ രാജാവായി. അവൻ 16 കൊല്ലം ഭരിച്ചു. അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ജയിച്ച പാപങ്ങളിൽ അവൻ ചരിച്ചു. യഹോവാഷിൻ്റെ പ്രവർത്തനങ്ങളും യൂദാ രാജാവായ അമസ്യായോട് ചെയ്ത യുദ്ധത്തിൽ പ്രകടിപ്പിച്ച ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു. ജെറോബോവാം സിംഹാസനാരൂഢനായി. യഹോവാഷ് സമറിയായിൽ ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ഏലീഷ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അവൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. ഏലീഷ പറഞ്ഞു, അമ്പും വില്ലും എടുക്കുക. അവൻ എടുത്തു. ഏലീഷ തുടർന്നു, വില്ല് കുലയ്ക്കുക. അവൻ വില്ല് കുലച്ചു. രാജാവിൻ്റെ കൈകളിൽ മേൽ കൈകൾ വെച്ചുകൊണ്ട് ഏലീഷ പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. അവൻ തുറന്നു. ഏലീഷ പറഞ്ഞു, എയ്യുക. അവൻ എയ്തു. അപ്പോൾ ഏലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വിജയാസ്ത്രം, സിറിയയ്ക്കെതിരായുള്ള വിജയാസ്ത്രം. അഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും. അവൻ തുടർന്നു, അമ്പുകൾ എടുക്കുക. അവൻ എടുത്തു. അവൻ രാജാവിനോട് പറഞ്ഞു, അമ്പുകൾ നിലത്ത് അടിക്കുക. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു, നീ 5 or 6 പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയയെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു. ഇനി 3 പ്രാവശ്യമേ നീ സിറിയയെ തോൽപ്പിക്കുകയുള്ളൂ. ഏലീഷ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മോവാബ്യർ കൂട്ടമായി വന്ന് ദേശമാക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ഏലീഷയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. യഹോവാഹാസിൻ്റെ കാലം മുഴുവൻ സിറിയ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ പീഡിപ്പിച്ചു. അബ്രാഹത്തിനോടും
ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസരിച്ച് കർത്താവ് ഇസ്രായേലിനെ കരുണയോടെ കടാക്ഷിച്ചു, അവരെ നശിപ്പിച്ചില്ല. അവിടുത്തെ മുമ്പിൽ നിന്ന് അവരെ ഇന്നോളം തള്ളിക്കളഞ്ഞിട്ടുമില്ല. സിറിയ രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ പുത്രൻ ബെൻഹദാദ് രാജാവായി. തൻ്റെ പിതാവിൽ നിന്ന് ഹസായേലിൻ്റെ പുത്രനായ ബെൻഹദാദ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത നഗരങ്ങൾ യഹോവാഹാസിൻ്റെ മകൻ യഹോവാഷ് വീണ്ടെടുത്തു. യഹോവാഷ് 3 പ്രാവശ്യം ബെൻഹദാദിനെ തോൽപ്പിച്ച് ഇസ്രായേൽ നഗരങ്ങൾ വീണ്ടെടുത്തു. Chapter 13. In the 23rd year of Joash, son of Ahaziah, king of Judah, Jehoahaz, son of Jehu, began his 17-year reign over Israel in Samaria. He did evil in the Lord's sight, conducting himself like Jeroboam, son of Nebat, and not renouncing the sin he had caused Israel to commit. The Lord was angry with Israel, and for a long time left them in the power of Hazael, king of Aram, and of Ben-Hadad, son of Hazael. Then Jehoahaz entreated the Lord, who heard him, since he saw the oppression to which the king of Aram had subjected Israel. So the Lord gave Israel a Savior, and the Israelites, freed from the power of Aram, dwelt in their own homes as formerly. Nevertheless, they did not desist from the sins which the house of Jeroboam had caused Israel to commit, but persisted in them. The sacred pole also remained standing in Samaria. No soldiers were left to Jehoahaz except 50 horsemen with 10 chariots and 10,000 foot soldiers, since the king of Aram had destroyed them and trampled them like dust. The rest of the acts of Jehoahaz, with all his valor and accomplishments, are recorded in the book of the Chronicles of the Kings of Israel. Jehoahaz rested with his ancestors and was buried in Samaria. His son Joash succeeded him as king. In the 37th year of Joash, king of Judah, Jehoash, son of Jehoahaz, began his 16-year reign over Israel in Samaria. He did evil in the sight of the Lord. He did not desist from any of the sins which Jeroboam, son of Nebat, had caused Israel to commit, but persisted in them. The rest of the acts of Joash, the valor with which he fought against Amaziah, king of Judah, and all his accomplishments are recorded in the book of the Chronicles of the Kings of Israel. Joash rested with his ancestors, and Jeroboam occupied the throne. Joash was buried with the kings of Israel in Samaria. When Elisha was suffering from the sickness of which he was to die, King Joash of Israel went down to visit him. "My father, my father!" he exclaimed, weeping over him. "Israel's chariots and horsemen!" "Take a bow and some arrows," Elisha said to him. When he had done so, Elisha said to the king of Israel, "Put your hand on the bow." As the king held the bow, Elisha placed his hands over the king's hands and said, "Open the window toward the east." He opened it. Elisha said, "Shoot," and he shot. The prophet exclaimed, "The Lord's arrow of victory! The arrow of victory over Aram! You will completely conquer Aram at Aphek." Then he said to the king of Israel, "Take the arrows," which he did. Elisha said to him, "Strike the ground." He struck the ground 3 times and stopped. Angry with him, the man of God said, "You should have struck 5 or 6 times. You would have defeated Aram completely. Now you will defeat Aram only 3 times. Elisha died and was buried. At the time, bands of Moabites used to raid the land each year. Once some people were burying a man, when suddenly they spied such a raiding band. So they cast the dead man into the grave of Elisha, and everyone went off. But when the man came in contact with the bones of Elisha, he came back to life and rose to his feet. King Hazael of Aram oppressed Israel during the entire reign of Jehoahaz. But the Lord was merciful with Israel and looked on them with compassion because of his covenant with Abraham, Isaac, and Jacob. He was unwilling to destroy them or to cast them out from his presence. So when King Hazael of Aram died and his son Ben-Hadad succeeded him as king, Joash, son of Jehoahaz, took back from Ben-Hadad, son of Hazael, the cities which Hazael had taken in battle from his father Jehoahaz. Joash defeated Ben-Hadad 3 times, and thus recovered the cities of Israel.